അവതരിപ്പിക്കാൻ ഇഷ്ടം കാട്ടിയ ഒരു പത്രബോധനായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ബോംബെയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഒരുപാട് മഹാനഗരങ്ങളിൽ യാത്ര ചെയ്ത അദ്ദേഹം അവിടുത്തെ യാത്രാ വിവരണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പുതിയ തലമുറയിലെ ജെൻസി കുട്ടികൾ ബ്ലോഗർമാരായി അവതരിപ്പിക്കുന്നത് പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്പോഴോ ഹനീഫ സാർ നമ്മളോട് ആ നഗരങ്ങളിലെ ആ കാഴ്ചകളുടെ സൗന്ദര്യം നമുക്ക് വരികളിലൂടെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പത്രപ്രവർത്തകനും നല്ലൊരു ബ്ലോഗറുമായിരുന്നു ഹനീഫ സാർ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ പേര് നോക്കുമ്പോൾ ഗോദ വായിക്കുമ്പോൾ ഞാനൊക്കെ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഗോദയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നപ്പോഴാണ് ഗോദ വായിക്കേണ്ടി വന്നത്. ഗോദ വായിച്ചപ്പോൾ അതിൽ കഥാപാത്രത്തിന്റെ പേര് ജയൻ എന്നാണ്. അപ്പൊ ഞാനും എൻ്റെ പേരും സ്കൂളിൽ വിളിക്കുന്ന പേര് ജയൻ എന്നാണ്, എൻ്റെ വീട്ടിലും വിളിക്കുന്ന പേര് ജയൻ എന്നാണ്, എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും വിളിക്കുന്ന പേര് ജയൻ എന്നാണ്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അഭിമാനിച്ചു പോയത് ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കരുതി പോയത്, ഹനീഫ സാറ് ഞങ്ങളുടെയൊക്കെ വീടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. സാറിനെ എഴുതാനിരുന്നപ്പോ പെട്ടെന്ന് നായകനൊരു പേര് വേണം, എന്നാ അവന്റെ പേരിടാമെന്ന് കരുതിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ കൊല്ലത്തെ ഈ മഹാനഗരത്തിലാണ് സിനിമാ താരം എക്കാലത്തെ മത്സര നടൻ ജയൻ ജീവിച്ചതും ജയൻ ഫ്ലറിഷ് ചെയ്തതും. ചിലപ്പം അതാകാം. അതിനർത്ഥം ഈ നഗരത്തിൽ നിന്ന് തന്നെ പേരുകളും അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ നോക്കുമ്പോൾ തീരം കാണാത്ത തിരമാലയിലെ ലില്ലിക്കുട്ടി, നമ്മുടെ കൊല്ലം തീരദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ 100,000 ലില്ലിക്കുട്ടിമാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. സുധാകരൻ, അതിലെ നായക കഥാപാത്രം സുധാകരൻ, എത്രയോ ആയിരം സുധാകരന്മാർ ഈ വേദിയിലും ഈ സദസ്സിലും ഉണ്ടാകും ഏതെങ്കിലും സുധാകരൻ. അത് കൊല്ലം നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഗോദയിൽ ഗീതയുണ്ട്, എൻ്റെ സഹോദരിയുടെ പേര് ഗീതയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഹനീഫ സാറും മനഃപൂർവ്വം നമുക്കിട്ട് പണിഞ്ഞതായിരിക്കും. എൻ്റെ പേര് ജയൻ, സഹോദരിയുടെ പേര് ഗീത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാറ് അധ്യാപകനായിരിക്കുമ്പോൾ സാറിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ, അന്ന് ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ്സിലില്ലല്ലോ, ഈ ശനിയാഴ്ച ദിവസം സാറിന്റെ ഒരു സന്തത സഹചാരിയായ സൈക്കിളുണ്ട്. ഈ സൈക്കിളിൽ സാർ ഇങ്ങനെ ഈ പടിഞ്ഞാറേ കൊല്ലത്ത് കൂടി ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടി വരും. നെല്ലിമുക്ക്, മുളങ്കാടകം, രാമൻകുളങ്ങര, അനെഴുത്തുമുക്ക്, ഇങ്ങനെ എവിടെ നോക്കിയാലും സാറിനെ കാണാം. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് മാവിന്റെ കൊമ്പിലിരിക്കുമ്പോൾ ഹനീഫ സാറിനെ കാണുമ്പോഴും നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ സാറിന്റെ വെക്കേഷനും ഇല്ലേ. സാർ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാണാം. ഓരോ വീട്ടുകാരുമായിട്ടും ഓരോ കുട്ടികളുടെ പാരന്റ്സുമായിട്ടും അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന പേരുകൾ, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, കഥകൾ ഒക്കെ സാറിന്റെ കഥകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 32 കൃതികൾ, അദ്ദേഹത്തിന്റെ 23 നോവലുകൾ, അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ 67 മുതൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സാറ്, അതിനു മുമ്പ് സാറ് കയ്യെഴുത്ത് മാസികകളിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരാളിനെ ഏതെങ്കിലും ഒരു പക്ഷം ചേർത്ത്, തീർത്തും പക്ഷം ചേർത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് നോ എന്നേ പറയാൻ പറ്റും. കാരണം എം.എൻ. ഗോവിന്ദൻ നായർ ജയിൽ മോചിതനായപ്പോ അദ്ദേഹത്തിന് ഹാരമർപ്പിക്കാൻ വേണ്ടി നിന്ന ചെറുപ്പക്കാരായ ആൾക്കാരുടെ ഇടയിൽ അന്ന് ഹനീഫ സാർ ഉണ്ടായിരുന്നു. പിന്നീട് CJ തോമസും കശേദേവും ഒക്കെ സ്റ്റാലിനിസത്തിന്റെ ആ ഭയാനകമായ സ്ഥിതിയിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അകന്നപ്പോ അതിൽ നിന്ന് അകന്നു പോയി പിന്നീട് കതറിട്ട ആളാണ് ഹനീഫ സാർ. അത് പിന്നീട് ജീവിതാന്ത്യം വരെ അദ്ദേഹം കതർ ധരിച്ചിരുന്നെങ്കിലും മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നിരിക്കാം. പക്ഷെ ഒരിക്കലും ഒരു പ്രത്യക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം സജീവമായി നിന്നിട്ടില്ല. എവിടെയും അങ്ങനെ സ്വന്തം നിലപാട് അങ്ങനെ വ്യക്തമാക്കാത്തത് കൊണ്ടായിരിക്കാം ഹനീഫ സാറിന് ഈ സാംസ്കാരിക സാഹിത്യ കേരളം അർഹമായ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഹനീഫ സാർ അദ്ദേഹത്തിന്റെ നോവലുകളിലൂടെ, കഥകളിലൂടെ, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളിലൂടെ നമുക്ക് മുന്നിൽ പകർന്നു നമുക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ എത്രയോ സമഗ്രമായ കഥകളാണ്. ബോംബെ തെരുവിലെ ഏറ്റവും മോശമായ പശ്ചാത്തലങ്ങൾ, നമ്മുടെ കേരളത്തിനകത്ത് തന്നെയുള്ള എത്രയോ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ എല്ലാം നേരിടുന്ന അവരുടെ പ്രശ്നങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണ ത്വരയോടെ അദ്ദേഹം കണ്ടെത്തി. അത് ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളത് കണ്ടത് തലസ്ഥാന നഗരിയിൽ ജന്തർ മന്ദിറിൽ ജൻസി വിപ്ലവത്തിന്റെ വലിയ ദിവസങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയ കാലത്തിന്റെ, ഇൻസ്റ്റാഗ്രാമിന്റെ, ഫേസ്ബുക്കിന്റെ ഒക്കെ ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധത്തെ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് വിത്തുപാകുക എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതൊരു പുതിയ അനുഭവമാണ്. അതിന് എത്രയോ മുമ്പ് ഹനീഫ സാറിനെ പോലുള്ള എഴുത്തുകാർ, ഹനീഫ സാർ മാത്രമല്ല, 100,000 എഴുത്തുകാർ
നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്ന അപഭ്രംശങ്ങളെ എത്രയോ തവണ കൈ ചൂണ്ടി സംസാരിച്ച് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് പക്ഷം പിടിക്കുന്നത് കൊണ്ടല്ല, പക്ഷം പിടിക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരവരുടെ പേനയെ ആയുധമാക്കി. ഇന്ന് ജന്തർ മന്ദറിൽ ജിൻസി കലാപം ആഞ്ഞടിച്ചപ്പോൾ നമ്മൾ അതിനു മുമ്പ് മറ്റൊരു രാജ്യത്ത് ഒരു കലാപം നടന്നു. മറ്റൊരു രാജ്യത്ത് നേപ്പാളിൽ ഒരു കലാപം നടന്നു, ജിൻസി കലാപം ഉണ്ടായി. ഇവിടെ മന്ത്രിമാരും ഭരണകർത്താക്കളും ഒക്കെ ഓടി ഒളിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആ കലാപത്തിന് പിന്നിൽ ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. അവിടെ കുട്ടികൾ, ജിൻസി കുട്ടികൾ കലാപത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും തെരുവിലേക്ക് ഇറങ്ങിയതും അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത വളരെ കുറവായിരുന്നു. പക്ഷെ അപ്പോഴും കുട്ടികളൊക്കെ അതിൽ പ്രതിഷേധിച്ചില്ല. അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നതേ ഉള്ളൂ. അവർ പുറത്തേക്ക് ആക്രമണ ഉത്സുകതയോടെ അല്ലെങ്കിൽ സമരവീര്യത്തോടെ അവർ പുറത്തേക്ക് ഇറങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ? ഇന്റർനെറ്റ് അവിടെ കട്ട് ചെയ്തപ്പോഴാണ്, നിരോധിച്ചപ്പോഴാണ്. പക്ഷെ ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് നിരോധിച്ചത് സമരം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു. ആശയങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ അത് നമ്മുടെ ജൻസി തലമുറയുടെ ഇടയിൽ വന്നു. പ്രതികരിക്കാനുള്ള ശേഷി ഇന്ത്യക്കാർക്ക്, നമുക്ക് കേരളീയർക്ക് ഒക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. നേപ്പാളിൽ അത് വന്നത് വീട്ടിലിരുന്നപ്പോൾ ഫോൺ നോക്കാൻ കഴിയാതെ ഇന്റർനെറ്റ് ലഭ്യമല്ല എന്ന് കണ്ടപ്പോഴാണ് അവിടെ കുട്ടികൾ ഇറങ്ങിയതെങ്കിൽ ഇവിടെ ജന്തർ മന്ദരം നിൽക്കുമ്പോഴാണ് കുട്ടികൾ അറിയുന്നത് ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനാണ് രണ്ട് രാജ്യങ്ങളിലെ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിനു മുമ്പേ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ ഹനീഫ സാറിന്റെ പോലുള്ള എഴുത്തുകാർ കാണിച്ചിട്ടുള്ള ആ ധൈര്യത്തിന്റെ സംഭാവനയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ജനാധിപത്യവും ഈ സ്വാതന്ത്ര്യവും. അതിനുവേണ്ടി അവരവരുടെ ജീവിതത്തെ ഒരുപാട് പണയം വെക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഒരുപാട് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹനീഫ സാറിനെ പോലുള്ളവരൊക്കെ എന്തുമാത്രം ത്യാഗമാണ് എഴുത്തിന്റെ വഴികളിൽ സഹിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം ഒരു UP സ്കൂൾ അധ്യാപകനായിട്ട് പടിഞ്ഞാറേക്കല്ലത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യണമെന്ന് വാശി പിടിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടി പോകാമായിരുന്നു. പക്ഷെ പ്രൊമോഷൻ വേണ്ട എന്ന് വാശി പിടിച്ച് UP സ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് നിന്ന് വിരമിച്ച ആളാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ യാത്രകൾ ചെയ്യണം, കൂടുതൽ എഴുതാൻ കഴിയണം. അങ്ങനെ അദ്ദേഹം എഴുത്ത് ഒരു ഭ്രാന്തായി എടുത്ത ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് വേദിയിൽ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തുമുറി, അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരം, അതിൽ പ്രവേശനം കിട്ടിയിട്ടുള്ള അപൂർവം ചിലരിൽ ഒരാളാണ് ഞാൻ. എന്നെ കൈപിടിച്ച് ആ മുറിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഇരുന്ന് എഴുതുന്ന ആ കസാര, അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് ഒരു ബെഞ്ച്, ഇന്നും നെല്ലിമുക്കിലെ ആ വീട്ടിൽ ആ കോൺക്രീറ്റ് തറയുണ്ടാവും. അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്ത്. ആ പുസ്തക ശേഖരത്തിൽ ഋഗ്വേദം മുതൽ ബൈബിളും ഖുറാനും വേൾഡ് ക്ലാസിക്കും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ പുസ്തക ശേഖരം. അങ്ങനെ ഉള്ളൊരു മനുഷ്യനെ നമുക്ക് ഈ കൊല്ലം നഗരത്തിൽ എത്ര വരെ എണ്ണിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അത്രയും സാമൂഹിക ജീവിതത്തിൽ കൊല്ലം നഗരത്തിൽ, ഇവിടെ ഈ പബ്ലിക് ലൈബ്രറിയുടെ ആണെങ്കിലും കേരളത്തിന്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലാണെങ്കിലും അങ്ങനെ സാഹിത്യ മേഖലയിലെ എല്ലാ ബോഡികളിലും അംഗമായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഒരു അധ്യാപകൻ, അദ്ദേഹത്തെ ഇന്ന് ഈ കൊല്ലം നഗരം, ഈ നഗരത്തിന്റെ പിതാവ് മേയർ ശ്രീ AK ഹബീസ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വാക്യം കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലരെയും കുറിച്ച് ഈ നഗരത്തിനെ, ഈ കൊല്ലം നഗരമാക്കിയ, സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ഈ കൊല്ലം നഗരത്തെ കൊല്ലം നഗരമാക്കിയ ഒരുപാട് പേര് നമുക്ക് മുന്നേ കടന്നുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഹനീഫ സാറും കടന്നുപോയിട്ട് 20 വർഷമായി. ഈ ഹനീഫ സാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഈ നഗരത്തിൽ ഒരു സ്മാരകം തീർക്കുമെന്ന് കൊല്ലം കോർപ്പറേഷന്റെ ബജറ്റിൽ എവിടെയോ 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവനയുണ്ടായിരുന്നു. അതിന്ന് മേയർ ഓർക്കുന്നുണ്ടാവില്ല. മേയർ ആയതിനു ശേഷം മാസങ്ങളെ ആയിട്ടുള്ളൂ. അതൊന്ന് പരിശോധിക്കണം എന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം ആ മനുഷ്യനെ നമ്മൾ കേവലം കുറെ ബന്ധുക്കളും കൂട്ടുകാരും സഹപ്രവർത്തകരും മാത്രമല്ല അനുസ്മരിക്കേണ്ടത്. ഈ നഗരം, ഈ കൊല്ലം നഗരം, ഈ കൊല്ലം ജില്ല, ഈ സാംസ്കാരിക കേരളം എങ്ങനെ തലയുയർത്തി നിൽക്കുന്നുവോ അതേ ഗരിമയോടെ ആ മനുഷ്യനെയും ഈ നഗരം ഓർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ഒരു പിന്താങ്ങൽ കൊല്ലം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഐശ്വര്യലക്ഷ്മി വൈറസിന്റെ എഴുത്തുകാരി, പ്രിയ എഴുത്തുകാരി, അതും വേണമെങ്കിൽ നമുക്ക് പ്രവാസി എഴുത്തുകാരി എന്ന് വിശേഷിപ്പിക്കാം. ഹനീഫ സാറിന്റെ ഏതാണ്ടൊക്കെ അതേ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എഴുതുന്ന വൈറസ്. ഈ നോവലിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 2019 കോവിഡിന് ശേഷം, കോവിഡിനെ ആധാരമാക്കിയിട്ട് മലയാളത്തിൽ എത്രയോ കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്, എത്രയോ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ കൊയ്ത്തിങ്കടവിന്റെ ആണെങ്കിലും
കെ.പി. രാമനുണ്ണിയുടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മേതിൽ രാധാകൃഷ്ണൻ്റെ ആണെങ്കിലും മേതിലിൻ്റെ 19 എന്ന പേരിൽ തന്നെ വ്യാഖ്യാനം ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ കോവിഡ് എന്ന മഹാമാരി അതിന്